ആലപ്പുഴ കോർത്തശ്ശേരിയിൽ കുഴിച്ചുമൂടിയ നിലയിൽ കണ്ടെത്തിയ മൃതദേഹം കൊച്ചി കടവന്ത്ര സ്വദേശിനി സുഭദ്രയുടേത് എന്ന സംശയത്തിലാണ് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. വിവരങ്ങളുമായി മനീഷ് മഹിബാൽ ഇപ്പോൾ ചേരുന്നുണ്ട് സംഭവസ്ഥലത്ത് നിന്ന്. മനീഷ്, ഇക്കാര്യത്തിൽ ഇത് കൊലപാതകമെന്ന് പോലീസ് ഇപ്പോൾ ഉറപ്പിക്കുകയാണോ? മനീഷ്, ഉന്മേഷ്, ഈ ഘട്ടത്തിൽ ഇത് കൊലപാതകമാണെന്ന് തന്നെയുള്ള നിഗമനത്തിലാണ് പോലീസ്. നിലവിൽ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഡോക്ടർമാരുടെ സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇൻക്വസ്റ്റ് നടപടികൾ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഇതിനുശേഷം ഈ മൃതദേഹം ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ തന്നെ എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തണമോ അല്ലെങ്കിൽ ഏറ്റവും അടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് തൽക്കാലം മാറ്റണമോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഏകദേശം തീരുമാനവും. ഒപ്പം തന്നെ കൊച്ചിയിലെ ബന്ധുക്കൾ, മക്കൾ രണ്ടുപേരും ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഈ മൃതദേഹം സുഭദ്രയുടെ തന്നെ ആണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള അവർ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ഒപ്പം തന്നെ ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ കൊലപാതകത്തിൽ ഇവർക്ക് രണ്ടുപേർക്കും, കൊലപാതകമാണെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്ക് മാത്രമാണോ പരിചയം ഇതിൽ പങ്കുള്ളത്? അതായത് മാത്യൂസ് എന്ന നിതിൻ എന്ന നാട്ടിൽ അറിയപ്പെടുന്ന മാത്യൂസ്, ഒപ്പം തന്നെ ഈ ഷർമിള എന്ന ഇവരുടെ ഭാര്യ എന്ന നാട്ടിൽ പറയുന്ന ഈ സ്ത്രീ, ഇവർക്ക് രണ്ടുപേർക്ക് മാത്രമാണോ പങ്ക്? കഴിഞ്ഞ 4-ാം തീയതി കൊച്ചിയിലെ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒപ്പം തന്നെ കടവന്ത്രയിൽ ഇവരുടെ വീടിന് സമീപത്ത് നിന്ന് ഇവരെ കൂട്ടിക്കൊണ്ടുവരുന്ന ദൃശ്യങ്ങളടക്കമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അന്ന് അത് കഴിഞ്ഞ ദിവസം ഇവരെ ഇവിടെ എത്തിച്ചു. അതിനും ഒരു ദൃക്സാക്ഷി കൂടിയുണ്ട്. നാട്ടിലെ ഒരു അയൽവാസി കുട്ടച്ചൻ പോലീസിന് നൽകിയിട്ടുള്ള ദൃക്സാക്ഷി മൊഴി, ഈ ഒരു സാക്ഷി മൊഴി അനുസരിച്ച് അന്ന് 4 പേർ കൂടി ആണ് സുഭദ്രയെ വീട്ടിലേക്ക് എത്തിക്കുന്നത്. ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്നത് ഈ മാത്യൂസിൻ്റെ ബന്ധുക്കളാണെന്നാണ് പോലീസ് നിലവിൽ പറയുന്നത്. പക്ഷേ അവർക്ക് ഈ കൊലപാതകമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന തരത്തിൽ വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല. ഒപ്പം തന്നെ ഈ കൊല ചെയ്യപ്പെട്ട അല്ലെങ്കിൽ നിലവിൽ ഈ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ള ഈ സുഭദ്രയെ സംബന്ധിച്ച് ചില വിവരങ്ങൾ കൂടി പോലീസിന് ലഭിക്കുന്നുണ്ട്. ഇരുവരും തമ്മിൽ ചില സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു. സുഭദ്ര പണം പലിശയ്ക്ക് നൽകുന്ന ചില ഏർപ്പാടുകൾ ഉണ്ടായിരുന്നു. അത് സംബന്ധിച്ച തർക്കം ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നു. ഇരുവരും തമ്മിലുള്ള പരിചയം ഏകദേശം 2 വർഷത്തിലധികമായി ഉണ്ടായിരുന്നതാണ്. ആലപ്പുഴയിലെ ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ വെച്ചാണ് ഈ ഷർമിള, ഈ പ്രതി എന്ന് സംശയിക്കപ്പെടുന്ന ഷർമിളയും ഒപ്പം തന്നെ കൊല ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന സുഭദ്രയും തമ്മിൽ പരിചയമുണ്ടായത് ആലപ്പുഴയിലെ ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ വെച്ച് ആണെന്ന് കൂടിയുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. ഒപ്പം തന്നെ ഈ സ്ഥലത്ത് കുഴിക്കുന്നതിന് മുൻപ് മറ്റൊരു സ്ഥലത്ത് കൂടി ഇവർ കുഴിയെടുക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. അത് ഈ പ്രദേശമാണ്. പിന്നീട് അവിടെ വേരുകളുള്ളതിനാൽ ഈ ശ്രമം ഉപേക്ഷിച്ച് മറ്റൊരു സ്ഥലത്തേക്ക്, അതിന് തൊട്ടടുത്ത സ്ഥലത്തേക്ക് മാറ്റി കുഴിക്കുകയായിരുന്നു എന്നാണ് പോലീസിന് നിഗമനം. ഒപ്പം തന്നെ ഈ വീടിൻ്റെ മുൻപിൽ ഒരു വിറക് ശേഖരം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ വീട്ടിൽ വിറകടുപ്പുള്ളതാണ്. പക്ഷേ ഈ വിറകടുപ്പിൽ അങ്ങനെ വിറക് വെച്ച് പാചകം ചെയ്യുന്ന രീതി ഇല്ലായിരുന്നു എന്നാണ് പോലീസ് മനസ്സിലാക്കുക. പക്ഷേ അങ്ങനെയാണെങ്കിൽ എന്തിന് ഈ വിറക് ശേഖരം വീടിൻ്റെ മുൻപിൽ കൊണ്ടുവന്നിരുന്നു? ഈ കുഴിച്ചിടുന്നതിന് മുൻപേ ഇത് കത്തിച്ച് കളയാനുള്ള എന്തെങ്കിലും ശ്രമങ്ങൾ ഈ പ്രതികൾ നടത്തിയിട്ടുണ്ടോ എന്ന സംശയത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. ഒപ്പം തന്നെ ഈ വിറക് ശേഖരം ഇവിടെ ആ സമയത്ത് ഇവരെ കാണാതായ സമയത്ത് അല്ലെങ്കിൽ ഇവർ ഈ വീട്ടിൽ നിന്നും പോയ സമയത്ത് വിറക് ശേഖരം ഇവിടെ ഇല്ലായിരുന്നു. അതിനുശേഷമാണ് ഈ വിറക് ശേഖരം ഈ വീടിൻ്റെ മുൻപിൽ കണ്ടതെന്ന് കൂടി ഇവിടെയുള്ള അയൽവാസികൾ അടക്കമുള്ള ആളുകൾ പറയുന്നുണ്ട്. ഈ സംഭവത്തിൽ ദുരൂഹതകൾ ഏറി വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് ലഭിക്കുന്ന വിവരങ്ങൾ, അത് സംബന്ധിച്ച കാര്യങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള അവ്യക്തതയുണ്ട്. ഒപ്പം തന്നെ ഈ പ്രധാനപ്പെട്ട ഈ പ്രതികളെന്ന് സംശയിക്കപ്പെടുന്ന 2 പേര് അവർ സംസ്ഥാനത്തിന് പുറത്താണുള്ളത്. ഇവർ ഉടുപ്പിയിലൊരു സ്ഥലത്ത് ഈ നിലവിൽ മൃതദേഹത്തിൽ നിന്നും കാണാതായി എന്ന് പറയപ്പെടുന്ന സ്വർണ്ണ ആഭരണങ്ങൾ അവരവിടെ പണയം വെച്ചു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ടെങ്കിലും ആലപ്പുഴ DYSP, ആലപ്പുഴ SP എന്നിവരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണമാണ് നിലവിൽ പുരോഗമിക്കുന്നത്. മൃതദേഹം ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനുള്ള നടപടികളും നിലവിൽ ആരംഭിച്ചേക്കാം.